സാക്ഷി ടി വിയുടെ പ്രേക്ഷകരെ, ചടയമംഗലം ഗവൺമെൻറ് UPS വെള്ളുപ്പാറയിൽ നിന്നും പഠനോത്സവത്തിൻ്റെ ലൈവിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വെള്ളൂപ്പാറ ഗവൺമെൻറ് UPSൽ പഠനോത്സവം എന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം കുട്ടികൾ ആർജിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും കലാപരവും ശാസ്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ മറ്റു കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്കൂളിൻ്റെ വാർഷികം 2000 പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏതാണ്ട് 65ഓളം വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ഒരു കിഡ് ഫെസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഇവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നന്നായി ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള മികവ് നേടിയ നിരവധി വിദ്യാർത്ഥികളാണ് വെള്ളൂപ്പാറ സ്കൂളിലുള്ളത്. അപ്പോൾ അത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവരെ അത് ബോധ്യപ്പെടുത്താനും തുടർന്നുള്ള വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഈ സ്കൂളിൽ നേടിയെടുക്കാൻ കഴിയുന്നത് എന്നുള്ള തരത്തിൽ പൊതുജനങ്ങളെയും രക്ഷകർത്താക്കളെയും ബോധ്യപ്പെടുന്നതിനോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു മികവ് ഉത്സവം നടത്തുന്നത്. തീർച്ചയായും നല്ല പെർഫോമൻസാണ് ഓരോ കുട്ടികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അവരുടെ ആർജിച്ച അറിവുകൾ മറ്റുള്ളവരുടെ മുമ്പിലും അത് കുട്ടിയല്ലേ. നേരത്തെ നമ്മുടെ വാർഡ് മെമ്പറും മുൻ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ബാബുരാജണ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ വളരെ മികവിൻ്റെ കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വെച്ച് പുലർത്തുന്നു. എന്നാൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, പ്രത്യേകിച്ചും സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഒക്കെ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഒരു വർഷം ആർജിച്ചെടുത്ത അവരുടെ അറിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേദി സംഘടിപ്പിക്കുക എന്ന് നമ്മുടെ കഴിഞ്ഞ PTA എക്സിക്യൂട്ടീവിൽ ആലോചിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പഠനോത്സവം ഇന്ന് നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ തന്നെ അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണം എന്നാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങളുടെ പഠന മികവെന്താണെന്ന് നമ്മുടെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ പഠനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും നാട് ഒന്നടങ്കം മനസ്സിലാക്കണം, നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ മികവെന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഇതിൻ്റെ കൂടെ വയ്ക്കാനുണ്ട്. താങ്ക്സ്. സ്കൂളിലെ പഠനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാപരിപാടികളാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ്. ബഹുമാന്യരെ, ഇന്ന് നമ്മുടെ ഗവൺമെൻറ് UPS വെള്ളൂപ്പാറയുടെ പഠനോത്സവ ദിനമാണ്. ജൂൺ മുതൽ ഈ മാർച്ച് വരെ കുട്ടികൾ ആർജിച്ചിട്ടുള്ള എല്ലാ പഠന മികവുകളുടെയും അവതരണമാണ് പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠനം ഒരു ഉത്സവമായി, കഴിവുകളുടെ പ്രകടനമായി ഇന്നിവിടെ നടക്കുകയാണ്. ഈ അധ്യയന വർഷത്തിൽ ധാരാളം പഠന മികവുകളുടെ നേട്ടങ്ങളുടെ കാലം കൊയ്ത വിദ്യാലയമാണ് ഗവൺമെൻറ് UPS വെള്ളൂപ്പാറ. ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് നടന്ന പഠന മികവിൻ്റെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് LSS പരീക്ഷകളാണ്. ഈ LSS പരീക്ഷകളിൽ പോലും ഏറ്റവും മികച്ച വിജയം നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കാൻ പോവുകയാണ്. അത് ഉറപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ പഠന ഉത്സവത്തിലേക്ക് കടക്കുന്നത്. എല്ലാ കുട്ടികളെയും എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു പരമപ്രധാനമായ ലക്ഷ്യമായിരുന്നു. ഒരു കുട്ടി പോലും വെള്ളൂപ്പാറ ഗവൺമെൻറ് UPSൽ പഠനപരമായി പിന്നോക്കം നിന്ന് പുറത്തേക്ക് പോകില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് PTAയും അധ്യാപകരും അത് ഉറപ്പാക്കി തന്നെ മുന്നോട്ട് പോകുന്നു. ഏറ്റവും മികവുകളുടെ ജൂൺ മുതൽ ഇന്ന് വരെ ഉപജില്ലാതലത്തിലും ജില്ലാതലത്തിലും മുഴുവൻ പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് ഏറ്റവും മികച്ച നേട്ടം കൊയ്യാൻ നമ്മുടെ സ്കൂളിനായിട്ടുണ്ട്. നമ്മുടെ സ്കൂള്
നമ്മുടെ സ്കൂള് ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ നാഷണൽ ലെവലിലെ മുഴുവൻ സ്കൂളുകളുടെയും ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമായി കൊണ്ട് തന്നെ നടത്തിയ മത്സരത്തിൽ ചടയമംഗലം ഉപജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ 122 പ്രോജക്റ്റുകളിൽ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറ്റവും മികച്ച ഒരു നേട്ടമാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് തലത്തിൽ KST എന്ന് പറയുന്ന അധ്യാപക സംഘടന നടത്തിയിട്ടുള്ള പഠനോത്സവത്തിൽ ഇംഗ്ലീഷിൻ്റെ പഠന മികവ് അവതരിപ്പിച്ച ഒരു സ്കൂളും വെള്ളൂപ്പാറ ഗവൺമെൻറ് UPS ആണ്. തൃശ്ശൂർ നടന്ന നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സ്റ്റേജിലാണ് ആ പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ മേഖലകളിലും ഭാഷാപരമായിട്ട് അതിൻ്റെ സംസാരിക്കാനും അതിനെ എഴുതാനും വായിക്കാനുമുള്ള മിടുക്ക് ഉറപ്പാക്കിക്കൊണ്ട് മറ്റ് സബ്ജക്റ്റുകളിലാണെങ്കിൽ സബ്ജക്റ്റ് കോമ്പറ്റൻസി ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാലയം പോകുന്നത്. വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം മികവുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ അവസാനമായിട്ടാണ് ഈ പഠനോത്സവം ഇന്ന് ജനങ്ങളെ ആകെ വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നത്. എല്ലാവർക്കും ഒരു മാതൃകാ വിദ്യാലയമായി കൊണ്ട് നമ്മുടെ നാടിന് എഴുത്തിൻ്റെ ലോകത്തേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ലോകത്തേക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കൈത്താങ്ങ് നൽകിക്കൊണ്ട് വെള്ളൂപ്പാറ UPS ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായി ഒരു മാതൃകാ വിദ്യാലയമായി പ്രവർത്തിച്ചു വരുന്നു. ഇതിൻ്റെ പ്രീ പ്രൈമറി വിഭാഗം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ മുടക്കി വർണ്ണക്കൂടാരം പ്രോജക്റ്റ് നടപ്പിലാക്കി ഒരു ഇന്റർനാഷണൽ പ്രീ സ്കൂൾ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവിടെയും ലഭ്യമാക്കിക്കൊണ്ട് 12 പ്രവർത്തന ഇടങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് കേവലമായ അറിവിനപ്പുറത്ത് പഠിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രീ പ്രൈമറി. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും പിന്തുണയും എല്ലാവരുടെയും സഹായവും എല്ലാവരുടെയും സഹകരണവും ഈ വിദ്യാലയത്തിനുണ്ടാകും. 100 വർഷത്തിലധികം പ്രായമുള്ള ഈ വിദ്യാലയത്തെ ഈ നാട്ടിൻ്റെ ഹൃദയത്തിൽ ഒരു മുത്തശ്ശിയായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഇതിന് എല്ലാവിധ പിന്തുണയും നൽകും. ഈ വിദ്യാലയത്തെ ഇനിയും ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗവൺമെൻറ് UPS വെള്ളുപ്പാറയിലെ പഠനോത്സവത്തിൻ്റെ കലാപരിപാടിയിലേക്ക് എവരെയും ക്ഷണിക്കുന്നു. Students of Standard 6C are going to present a skit based on the story Clever Carla. This story took place in Italy. There lived a poor farmer and his young daughter Carla. The farmer worked hard to cultivate fine grains and Scene 2. This scene took place in the street. The farmer met a cruel merchant